ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്കിന്നൊരു മുട്ടത്തോര, ഒരു സ്പെഷ്യൽ മുട്ടത്തോര ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, ഒരു പകുതി ചെറിയ തക്കാളിയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ: മല്ലിപ്പൊടി 1 സ്പൂണ്, ചിക്കൻ മസാല 1/2 സ്പൂണ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി കുറച്ച് 1/4 ടീസ്പൂണ്, ഗരം മസാലയും 1/4 ടീസ്പൂൺ. ഇത്രയും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് ഉണ്ടാക്കാം. ആദ്യം കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് വയ്ക്കാം. ഇപ്പം ഞാൻ ഇവിടെ ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ കടുക് വറുത്തിടാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടുക് ഇതാ ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ നുറുക്കി വെച്ച ഉള്ളി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വഴയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് ഉള്ളി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അധികം ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിൽ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇടാവുന്നതാണ്. ഞങ്ങളിവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ 2 മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ചേർക്കാം. മുട്ട കുറച്ചുണ്ടായാൽ മതി. കാരണം നമ്മളതിൽ ഉള്ളി ഇതൊക്കെ ചേർത്ത കാരണം 2 മുട്ടയാണെങ്കിലും ഉപ്പേരി തോനായിട്ട് തോന്നിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ട്രിക്ക്. ഇത് നമുക്ക് ചിക്കി പൊരിക്കാം. നന്നായിട്ട് ഉപ്പേരി പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ മുട്ട ഉപ്പേരി അതോ മുട്ടത്തോര എന്നൊക്കെ പറയാം, മസാല മുട്ട എന്നൊക്കെ പറയാം. അതുകൂടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊടിമാതിരി രൂപത്തിലായിട്ട് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ചിക്കി പരത്തി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ചോറിൻ്റെ ഒപ്പമോ ചപ്പാത്തിയുടെ ഒപ്പമോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നല്ല മസാലയൊക്കെ ഉള്ളതാണ്. ചപ്പാത്തിയൊക്കെ നമുക്ക് കറി ഇല്ലെങ്കിലും ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് വീട്ടിൽ പരീക്ഷ നോക്കിയിട്ടും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ്. പെട്ടെന്നൊക്കെ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ തീ ഓഫ് ചെയ്യാം. നമ്മളെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ബൈ.